അഡ്വക്കേറ്റ് പി എ പ്രിജി, ഈ ഒരു ജി സുധാകരനും പോയാൽ പോകട്ടെ എന്ന നിലപാടാണോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്? അതായത് കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ, കേരളത്തിലെ ഏറ്റവും കറകളഞ്ഞ സംശുദ്ധമായ വ്യക്തിത്വത്തിനുടമ, ഈ പാർട്ടി വിടാനെടുക്കുന്ന തീരുമാനത്തിന് ജി സുധാകരൻ പറഞ്ഞ കാര്യങ്ങളിൽ നിരന്തരമായി അദ്ദേഹം നേരിട്ട അവഗണനയുടെ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോഴിത് ആദ്യമായിട്ടല്ല. ഇപ്പോൾ എസ് രാജേന്ദ്രൻ, ഐഷ പോറ്റി, അതിനുശേഷം പി കെ ശശി, ഇങ്ങനെ തുടങ്ങി പാർട്ടിയുമായി തെറ്റി പാർട്ടിയുടെ പോക്കിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് നേതാക്കളുടെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് ധാരാളം ആളുകൾ പാർട്ടി വിടുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ജി സുധാകരൻ കൂടി പോകുമ്പോൾ അത് വർഗവഞ്ചകനാണെന്നും പാർട്ടിയെ വഞ്ചിച്ചുവെന്നും സ്ഥാനമോഹിയാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തെ തള്ളിപ്പറഞ്ഞു എന്നുമൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തി പ്രതിരോധിച്ചാൽ അത് കേരളത്തിൽ പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് കരുതുന്നുണ്ടോ? അഡ്വക്കേറ്റ് പി എ പ്രിജി, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ കാണുന്നു? CPM-ന്റെ സെക്രട്ടറി സഖാവ് MA ബേബി പറഞ്ഞ ഒരു വാക്യം വളരെ വേദനയോടുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തികച്ചും ദൗർഭാഗ്യകരം എന്നാണ് അദ്ദേഹം ഈ വിഷയത്തെപ്പറ്റി പ്രതികരിച്ചത്. CPM-ന്റെ സെക്രട്ടറിക്ക് അദ്ദേഹം വർഗവഞ്ചകനാണ് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ദൗർഭാഗ്യകരം എന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരണ തുടർച്ചയുടെ ഭാഗമായി 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറി നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനിടയിൽ എവിടെയോ ഒരുപാട് സഖാക്കളെ ഒറ്റപ്പെടുത്തുക, അവഗണിക്കുക, അതിനുശേഷം അപമാനിക്കുക, ഏറ്റവും ഒടുവിൽ ആക്ഷേപിക്കുക എന്ന് പറയുന്ന 4 കാര്യങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള CPM-നകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെയാണ് സഖാവ് MA ബേബി ദൗർഭാഗ്യകരം എന്ന് വിശേഷിപ്പിച്ചത്. ആ ദൗർഭാഗ്യകരമായ സംഘടനാപരമായിട്ടുള്ള ആ പോരായ്മ യഥാർത്ഥത്തിൽ പാർട്ടി പരിശോധിക്കണം. പാർട്ടി പരിശോധിക്കുകയും അതിനു വേണ്ട മറുമരുന്നുകൾ എന്താണ് എന്ന് പാർട്ടി തുടർ ദിവസങ്ങളിൽ കണ്ടെത്തുകയും വേണം എന്നുള്ള ആമുഖമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടിയെ സ്നേഹിക്കുന്നത് ആര്, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വർത്തമാനം പറയുന്നത് ആര് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവും വിവേകവും ഈ പാർട്ടിയുടെ ഭരണം മാത്രം കണ്ടു വളർന്ന DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കടക്കം ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ ഗൗരവതരമായി യഥാർത്ഥത്തിൽ ഈ പാർട്ടി പരിശോധിക്കണം. കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള സഖാവ് ജി സുധാകരൻ നേരത്തെ ഗോപികൃഷ്ണൻ്റെ ചോദ്യരൂപത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിച്ചത് വളരെ അർത്ഥവത്തായി ഞാൻ കാണുന്നു. അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ തീർച്ചയായും അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ, ഏറ്റവും കാതലായ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പെടുത്തുക, അവഗണിക്കുക, അപമാനിക്കുക, ആക്ഷേപിക്കുക എന്നുള്ള നിലയിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സഖാക്കൾ അദ്ദേഹത്തോട് പ്രവർത്തിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വളരെ കാതലായ ഒരു വിമർശനം കേരളത്തിൻ്റെ മുമ്പിലേക്ക് ആ സഖാവ് വെക്കുകയാണ്. അതിനെ വർഗവഞ്ചകന് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്ഥിരം വാചകത്തിൽ ഒതുക്കാൻ കഴിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒറ്റ കാര്യം ചോദിക്കട്ടെ, ജി സുധാകരൻ പാർട്ടി വിട്ടതിന് ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഉത്തരവാദിത്തമില്ലേ? അതല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഉത്തരവാദിത്തം? ഇപ്പോൾ ജില്ലാ ഘടകത്തിനെതിരെയാണ് അദ്ദേഹത്തിന് വിമർശനങ്ങൾ എന്ന് പറഞ്ഞത് ശരി, പക്ഷേ അദ്ദേഹത്തിന് തുടർച്ചയായി തനിക്കെതിരെ നടക്കുന്ന അവഗണന, തനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ, തന്നെ അധിക്ഷേപിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഇതിലൊക്കെ മൗനാനുവാദം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുണ്ടായിരുന്നു എന്ന് പറയാതെ പറയുകയും ചെയ്തിട്ടുണ്ട് ജി സുധാകരൻ. ഇന്നും ഗോപികൃഷ്ണ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അതേ ചോദ്യം തന്നെ വന്നത്. അതായത് അദ്ദേഹം ഇതൊക്കെ തന്നെ, ഈ വിമർശനങ്ങളൊക്കെ തന്നെ ഉയർത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് മന്ത്രി വി ശിവൻകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ളതാണ്. അത് ഗോപികൃഷ്ണൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1883 സ്ഥാപിതമായ പുന്നപ്ര പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സഖാവ് VS പഠിച്ച സ്കൂളാണ്. VSൻ്റെ മരണത്തെ തുടർന്ന് സഖാവ് ജി സുധാകരൻ
വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കത്തയച്ചു. അത് സഖാവ് VSന്റെ പേര് ആ സ്കൂളിന് നൽകണം എന്നുള്ളതായിരുന്നു. അത് സഖാവ് V ശിവൻകുട്ടിയെ അനുവദിച്ചുകൊണ്ട് ഉത്തരവായി അതിൽ ശിവൻകുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിലെ സുധാകരന്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത്, സഖാവ് സുധാകരൻ ഇപ്പോഴും പറയുന്നത്, ഈ കഴിഞ്ഞ കാലത്തെ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു ആക്ഷേപവുമില്ല. സഖാവ് പിണറായി വിജയനെ കുറിച്ച് ചോദിച്ചാൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ ആക്ഷേപമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ അദ്ദേഹം വിമർശനാത്മകമായി പറയാൻ, മോശമായി പറയാൻ, ആക്രമിക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിവരത്തെ നമ്മൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കണം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ ശ്രീ NV ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരുപാട് നവ ലിബറലിസത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ കമ്മ്യൂണിസം നടപ്പിലാക്കുന്നത് 3 തവണ MLA ആയതിനു ശേഷം കേരളത്തിൽ CPM-ലേക്ക് വന്ന ശോഭന ജോർജാണ്. 2 കൈയിലും മൈലാഞ്ചിയിട്ട് 20 പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം മൈലാഞ്ചി ഇട്ടതിന് ശേഷം എന്റെ കയ്യിൽ ഇരിക്കുന്നു 20 മണ്ഡലങ്ങളും എന്ന് പറയുന്ന കമ്മ്യൂണിസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.